10 വർഷം നീണ്ടു നിൽക്കുന്ന മരണമാണ് എയ്ഡ്സ് രോഗിക്കുള്ളത്. ക്യാൻസർ പിടിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് മാസം കൊണ്ട് അവസാനിച്ചു കിട്ടും. അറ്റാക്ക് വന്നാൽ 1 സെക്കൻഡ് മതി. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടാൽ 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം. നിരന്തരമായി പാൻഡമിക് രോഗങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് നിരന്തരമായി ചുമച്ച് വളഞ്ഞ് പിന്നെയും ചുമച്ച് ശ്വാസം കിട്ടാതെയായി നരകതുല്യമായ ജീവിതം 10 വർഷം. ലോകത്താദ്യമായി എയ്ഡ്സ് വന്നത് എവിടെയാണ്? അമേരിക്കയിൽ 5 ഗേകളിൽ. ഗേ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും, ആണും ആണും ഒന്നിച്ച് ജീവിക്കുന്നവർ. നിലവിലുള്ള അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളിൽ നിന്നും ലെസ്ബിയൻസിൽ നിന്നും വരുന്നതാണ്. ബാക്കി 30% നല്ലതായിട്ട് ജീവിക്കുന്നവരിൽ നിന്ന് വരുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിൽ ഗേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തവർ 2% മാത്രമാണ്. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമേരിക്കയിൽ ഞങ്ങൾ ഗേകളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ആണും ചേർന്ന് ജീവിക്കണവരാണ് എന്ന് ഗവൺമെൻറ്റിന് കണക്ക് കൊടുത്തവർ 2%. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ജനതയിലെ 2% നിന്ന് വരുന്നു. ആകെ മൊത്തം എയ്ഡ്സ് രോഗികളിൽ 70%-ലേറെയും. ലോകത്താദ്യമായി എയ്ഡ്സ് പ്രത്യക്ഷപ്പെട്ടത് ഗേകളിലാണ്. വേറെ രോഗം നമ്മുടെ കേരളത്തിലും വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, മങ്കി പോക്സ്, കുരങ്ങ് വസൂരി. വലിയ കുമിളകൾ ഉണ്ടാവുക, ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ വലിയ വലിയ കുമിളകൾ ഉണ്ടാവുക, കൈയിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിലുമൊക്കെ. അത് വീർത്ത് പൊട്ടുക, ആൾ മരിച്ചു പോവുക. കേരളത്തിലും കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സാധനം പിടികൂടിയ 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടു. എന്നെ ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ യുവാക്കളും കേൾക്കണം. ഇതൊന്നൊരു വിഷയമല്ലെന്നും പറഞ്ഞിട്ട് വ്യാപകമായി അതിനുള്ള പ്രോത്സാഹനങ്ങളിൽ പ്രലോഭിതരാകുന്നവർ കേൾക്കണം. കേരളത്തിൽ ഈയിടെ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു നടൻ അഭിനയിച്ച സിനിമ ഗേ ജീവിതത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി കേരളത്തിൽ. കാതൽ എന്നാണ് സിനിമയുടെ പേര്, തമിഴിൽ പ്രേമം എന്നർത്ഥം. കേരളത്തിലെ പ്രമുഖനായ നടൻ അഭിനയിച്ചു. അദ്ദേഹം പലർക്കും മാതൃകയാണ്. ആ മനുഷ്യൻ അഭിനയിച്ച ആ സിനിമയുടെ പ്രധാന പ്രമേയം ആണും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത്രേ വിവാദങ്ങളുണ്ടായി. ചില ക്രിസ്ത്യൻ സഭകളൊക്കെ അതിനെതിരെ സമരം തുടങ്ങി. എന്തുകൊണ്ടാണ്? ആ സിനിമയിലെ നായകനാകുന്ന ഈ നടൻ്റെ സിനിമയിലെ പേര് ഒരു ക്രിസ്ത്യൻ പേരായിരുന്നു എന്ന് പറഞ്ഞിട്ട്.